ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ചത്തെ വിചിന്തനത്തിനായിട്ട് തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന വചനഭാഗം എന്ന് പറയുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളും 16 മുതൽ 18 വരെയുള്ള വചനഭാഗങ്ങളുമാണ്. ഇതിൽ ഈശോ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം. ഇത് ദാനധർമ്മത്തെക്കുറിച്ച് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന് ഈശോ പറയാം. അത് ഒരിക്കലും രഹസ്യമായിരിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈഗോസ് അല്ലെങ്കിൽ അഹന്ത, ഇതൊരിക്കലും ഈ ദാനധർമ്മം എന്ന പുണ്യത്തെ ഇല്ലാതാക്കാൻ കൂടി വേണ്ടിയാണ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോൾ കാണാം, തോബിത്തിൻ്റെ പുസ്തകത്തിൽ റഫായേൽ ദൂതൻ തോബിയാസിനോട് പറയുന്നുണ്ട്, നീതിപൂർവ്വം ചെയ്യുന്ന പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഐശ്വര്യത്തോടു കൂടി ചെയ്യുന്ന അനീതിയേക്കാൾ ഉത്തമമാണ്. അതുപോലെ തന്നെ സഭാപിതാവായ വിശുദ്ധ ബേസിൽ ദ ഗ്രേറ്റ് പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ വസ്ത്രം നിൻ്റെ അലമാരയിലിരിക്കുന്നത് അത് നിനക്കുള്ളതല്ല, മറിച്ച് അത് വേറൊരുവൻ്റേതാണെന്ന്. നമുക്ക് കൂടുതലായിട്ടുള്ളൊരു വസ്ത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടേതല്ല, മറിച്ച് വേറൊരുവൻ്റേതാണ്, നീ അത് ദാനം ചെയ്യേണ്ടതാണെന്നാണ് പറഞ്ഞു വയ്ക്കുക. ഒരു കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു പള്ളിയുടെ പണി നടക്കുകയാണ്. ധനികനായ ഒരു വ്യക്തി ആ പള്ളി പണിക്കായിട്ട് കുറച്ചധികം തന്നെ ദാനം നൽകുന്നുണ്ട്, കാശ്. അത് ഒരുപാട് പേര് അറിയുന്നുണ്ട്, അയാളെ പ്രശംസിക്കുന്നുണ്ട്, അയാൾക്ക് കയ്യടികൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദരിദ്രയായ ഒരു സ്ത്രീ പള്ളിയുടെ കാണിക്കവഞ്ചിയിൽ തനിക്ക് ആകെ ഉണ്ടായിരുന്ന നാണയം നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പള്ളിപ്പണി പൂർത്തിയാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിരിക്കുന്നത് ആ സ്ത്രീയുടെ ആ കാണിക്കയാണ്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ദാനമാണ്. കാരണം ആ സ്ത്രീ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുകൂടി ദൈവസ്നേഹത്തെ പ്രതി ദാനം നൽകുമ്പോൾ ആ ധനികനായ വ്യക്തി തൻ്റെ പ്രശംസയ്ക്കും അല്ലെങ്കിൽ കയ്യടിക്കും വേണ്ടിക്കൊണ്ട് ആ വ്യക്തി ദാനം നൽകുകയാണ്. നമ്മുടെ ദാനധർമ്മം എപ്പോഴും മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാനായിരിക്കണം, മറിച്ച് അല്ലാതെ ഒരിക്കലും നമുക്കൊരു പ്രശംസിക്കോ അല്ലെങ്കിൽ കയ്യടിക്കോ വേണ്ടി ആവരുത്. ഇനി രണ്ടാമതായിട്ട് ഈശോ പറയുന്ന പ്രാർത്ഥന. ഈശോ പറയുന്നത് എങ്ങനെയാണ്? നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിക്കകത്ത് കയറി കതകടച്ചിരുന്ന് രഹസ്യമായിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയെന്ന്. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുമെന്ന് ഈശോ പറഞ്ഞു വയ്ക്കുക. രഹസ്യം എന്നതിലെ ഉപരി ഇവിടെ നമ്മുടെ ഹൃദയം ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പറ്റുന്നുണ്ടോ? അതാണ് നമ്മൾ കാണേണ്ട പ്രധാന ഒരു കാര്യം. കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുക. അതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയം ദൈവവുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങളുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച്. അതെങ്ങനെയാണ്? നിൻ്റെ ശബ്ദത്തിലല്ല, മറിച്ച് നിൻ്റെ ഹൃദയ വിചാരങ്ങളിലാണ് ദൈവം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നിൻ്റെ നാവിലല്ല, മറിച്ച് നിൻ്റെ ഹൃദയത്തെയാണ് ദൈവം ഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനകൾ എപ്പോഴും ദൈവവുമായിട്ട് നമ്മുടെ ഹൃദയത്തെ ബന്ധപ്പെടുത്തിയാവണം. നമ്മുടെ ഹൃദയം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളെന്ന് പറയുക. അതിലുപരി ദൈവത്തിന് നൽകാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധപ്പെടുവാനായിട്ട് നമുക്ക് വേറെ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ഹൃദയങ്ങളുടെ പരിപൂർണ്ണ സമർപ്പണമാവണം പ്രാർത്ഥന. ഇനി മൂന്നാമതായിട്ട് ഉപവാസത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു വയ്ക്കുക. ഈശോ പറഞ്ഞു വയ്ക്കുന്ന ഉപവാസം വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ അത് ദൈവം മാത്രമായിട്ട് അറിയുന്ന ഒരു രഹസ്യമായിട്ടായിരിക്കണം ഉപവസിക്കേണ്ടത്. മറ്റുള്ളവരെ കാണുവാനായിട്ട് ഫരിസേയരും ചെയ്യുന്നത് പോലെ മറ്റുള്ളവരെ കാണിക്കാനാവരുത് എന്നാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ലിയോ 14 മാർപ്പാപ്പ ഈ വർഷത്തെ നോയമ്പ് സന്ദേശത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. വാക്കിൻ്റെ ഉപവാസമാണത്. ഈ വാക്കിൻ്റെ ഉപവാസം വളരെയധികം ഈ ആധുനിക കാലത്ത് നമ്മളെല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ നയിക്കുന്ന ഒന്നാണ്. അതിൽ പറഞ്ഞു വയ്ക്കുന്ന 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നിങ്ങനെയാണ്: ഡിജിറ്റൽ ഉപവാസം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ രംഗങ്ങളിൽ അധികമായിട്ട് നമ്മൾ ഇടപെട്ട് നിൽക്കുമ്പോൾ ഈ ഒരു നോയമ്പ് കാലഘട്ടത്തിൽ അതിൽ നിന്നൊന്ന് പിൻവാങ്ങിക്കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരോട് സംസാരിക്കാനായിട്ട്, അവരെക്കുറിച്ച് നല്ലത് പറയാനായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളത്. പിന്നെ വേറൊന്ന് പറയുന്നത് വാക്കുകളുടെ നിരായുധീകരണം. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറേയും കൂടി എളിമപ്പെട്ടുകൊണ്ട് സ്നേഹത്തിലും അല്ലെങ്കിൽ കുറച്ചും കൂടി മയപ്പെട്ട രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കണം നമ്മുടെ വാക്കുകളെന്ന്. ഒരിക്കലും അവരെ ആകരുത്. അതുപോലെ തന്നെ പരദൂഷണത്തിൽ നിന്നും മാറി നിൽക്കണം. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണമെന്ന് ഉദ്ദേശിക്കുക. പിന്നൊന്ന് പറയുന്നത് മൗനത്തിൻ്റെ ശക്തിയാണ്. മാർപ്പാപ്പ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ
സംസാരിക്കേണ്ട എന്നുള്ള സമയങ്ങളിൽ നമ്മൾ മൗനം ആയിട്ടിരിക്കണമെന്ന്. അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവരെ വേദനപ്പെടുത്തിയാൽ അത് നമ്മളെക്കാൾ ഉപരി അവർക്കാണ് വിഷമമാകുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ മൗനമായിട്ടിരിക്കേണ്ട സമയങ്ങളിൽ മൗനമായിട്ടിരിക്കുക തന്നെ വേണമെന്ന്. ആഹാരങ്ങളിൽ നമുക്ക് ഉപവസിക്കാം, പക്ഷേ വാക്കുകളുടെയൊക്കെ ഉപവാസം എന്ന് പറയുന്നത് കുറച്ചും കൂടി കഠിനമാണെന്ന് തോന്നുന്നു. കാരണം ആഹാരം നമ്മൾ ഉപവസിക്കുമ്പോൾ, വേണ്ടാന്ന് വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ശുചീകരിക്കാനായിട്ട് നോക്കുക. എന്നാൽ വാക്കുകളിലെ ഉപവാസം നമ്മുടെ ഹൃദയത്തെ തന്നെയാണ് ശുചിയാക്കുക. അതുകൊണ്ട് ഈ ഒരു നോയമ്പ് കാലഘട്ടത്തിൽ വാക്കുകളുടെ ഉപവാസം കുറേയും കൂടി നമ്മളെ വേറൊരു തലത്തിലേക്ക് മാറ്റുമെന്ന് തന്നെ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു നോയമ്പ് കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയ്ക്കായിട്ട് വിളിക്കപ്പെട്ട നമ്മളെ ഓരോരുത്തരും പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും ഉപവാസത്തിലും കൂടെ ഈ നോയമ്പിലിങ്ങനെ കടന്നു പോകുമ്പോൾ അത് ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ അത് പൂർത്തീകരിക്കുവാൻ നമുക്കാവുന്നുണ്ടോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലാണോ, നമ്മുടെ ഹൃദയങ്ങളെ ബന്ധപ്പെടുത്തിയാണോ, ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ദാനധർമ്മം അത് ദൈവത്തെയുള്ള സ്നേഹത്തെ പ്രതിയാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഉപവാസം, ആ ഉപവാസം വാക്കുകളിലെ ഉപവാസമാണോ, നമ്മുടെ ഹൃദയത്തിൻ്റെ ശുചീകരണമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ നമുക്കൊന്ന് കടന്ന് ചിന്തിച്ച് നോക്കാം പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഈ നോയമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലൂടെയും ക്രിസ്തുവിനെ നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ആ ഒരു ചിന്താഗതിയോടും മനോധൈര്യത്തോടും കൂടി ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും നമുക്കതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാം. എന്നെയും നിങ്ങളെയും അത്യുന്നതനായ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.